സഗറിയ 6-ാം അധ്യായം. രഥങ്ങൾ. ഞാൻ വീണ്ടും കണ്ണുയർത്തി നോക്കി. അതാ 2 പർവ്വതങ്ങൾക്കിടയിൽ നിന്ന് 4 രഥങ്ങൾ വരുന്നു. പർവ്വതങ്ങൾ പിച്ചള കൊണ്ടുള്ളതായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകൾ, രണ്ടാമത്തേതിന് കറുത്തത്, മൂന്നാമത്തേതിന് വെളുത്ത കുതിരകൾ, നാലാമത്തേതിന് പുള്ളിക്കുതിരകൾ. പ്രഭോ, എന്താണിത്? എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും നാഥൻ്റെ മുൻപിൽ നിന്ന് വരുന്ന ഇവർ ആകാശത്തിൻ്റെ 4 വായുക്കളിലേക്ക് പോകുന്നു. കറുത്ത കുതിരകളെ പൂട്ടിയ രഥം വടക്കുള്ള ദേശത്തേക്കും, വെള്ളക്കുതിരകളെ പൂട്ടിയ രഥം പടിഞ്ഞാറോട്ടും, പുള്ളിക്കുതിരകളെ പൂട്ടിയ രഥം തെക്കോട്ടും പുറപ്പെട്ടു. കുതിരകൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കാനുള്ള അക്ഷമയോടെ പുറത്തു വന്നു. നിങ്ങൾ പോയി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. അവ അങ്ങനെ ചെയ്തു. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, വടക്കേ ദേശത്തേക്ക് പോയവ അവിടെ എൻ്റെ കോപം ശമിപ്പിച്ചു. ജോഷ്വയുടെ കിരീടധാരണം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ബാബിലോണിൽ നിന്ന് വന്ന പ്രവാസികളിൽ ഹെൽദായ്, തോബിയ, യെദായ എന്നിവരെ കൂട്ടി സെഫാനിയായുടെ പുത്രനായ ജോസിയായുടെ വീട്ടിലേക്ക് നീ ഇന്നു തന്നെ പോവുക. അവരിൽ നിന്ന് വെള്ളിയും പൊന്നും വാങ്ങി കിരീടം ഉണ്ടാക്കി യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷ്വയുടെ ശിരസിൽ വയ്ക്കുക. അവനോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ശാഗ എന്ന നാമം വഹിക്കുന്നവൻ. അവൻ തൻ്റെ സ്ഥാനത്ത് വളരുകയും കർത്താവിൻ്റെ ആലയം പണിയുകയും ചെയ്യും. അവനായിരിക്കും കർത്താവിൻ്റെ ആലയം പണിയുന്നത്. അവൻ രാജകീയ പ്രതാപത്തോടെ സിംഹാസനത്തിൽ വാഴും. അവൻ്റെ വലത്തുഭാഗത്ത് ഒരു പുരോഹിതനും ഉപവിഷ്ടനാകും. അവർക്കിടയിൽ പൂർണ്ണ സമാധാനം പുലരും. ഹെൽദായ്, തോബിയ, യെദായ, സെഫാനിയായുടെ പുത്രൻ ജോസിയ എന്നിവരെ അനുസ്മരിപ്പിക്കാൻ ആ കിരീടം കർത്താവിൻ്റെ ആലയത്തിൽ സ്ഥിതി ചെയ്യും. വിദൂരത്തുനിന്ന് ആളുകൾ വന്ന് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ സഹായിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ ഇത് സംഭവിക്കും. കർത്താവിൻ്റെ വചനം.